നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ക്യാമറ ഇല്ലാത്ത മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം. SIയും പോലീസുകാരും കാണിച്ച ക്രൂരത കമ്മീഷനിൽ നിന്ന് മറച്ചുവയ്ക്കാൻ ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും ശ്രമിച്ചത് ഗൗരവമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മറയൂർ കാന്തല്ലൂരിൽ CPM നേതൃത്വം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. CPM ഏരിയ സെക്രട്ടറി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞത് കാന്തല്ലൂരിലെ റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ മരം മുറിക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ആളുകളുടെ ജീവൻ വെച്ച് വനംവകുപ്പ് പന്താടുന്നു. വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് ജനങ്ങൾക്കെതിരാണെന്നും MP. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ കാഞ്ചിയാറിലെ ബക്കട. രാവിലെ ടൗണിലെത്തിയ യുവാവിന് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ ലബക്കടയിൽ വിഹരിക്കുന്നതായി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ക്യാമറ ഇല്ലാത്ത മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം. SIയും പോലീസുകാരും കാണിച്ച ക്രൂരത കമ്മീഷനിൽ നിന്ന് മറച്ചുവയ്ക്കാൻ ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും ശ്രമിച്ചത് ഗൗരവമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വ്യക്തമാക്കി. അടുത്ത മാസം തൊടുപുഴയിൽ നടക്കുന്ന സിറ്റിംഗിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും നേരിട്ട് ഹാജരാകണമെന്നും കമ്മീഷൻ ഇടക്കാല ഉത്തരവിട്ടു. ജില്ലാ പോലീസ് മേധാവി 2024 മെയ് 3 എറണാകുളം DIGക്ക് നൽകിയ റിപ്പോർട്ടിൽ SIക്കും CPOയ്ക്കുമെതിരെ ഗുരുതര കൃത്യവിലോപവും വീഴ്ചയും കണ്ടെത്തിയിരുന്നു. ഇവർ വ്യാജ കേസുണ്ടാക്കിയെന്നും വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്നും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതേ ഉദ്യോഗസ്ഥൻ ജൂലൈ 2 കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഇത്തരം വിലപ്പെട്ട വിവരങ്ങളെല്ലാം ഒഴിവാക്കി. പ്രധാനപ്പെട്ട വിവരങ്ങൾ കമ്മീഷനിൽ നിന്ന് മറച്ചുവെച്ചതിന്റെ കാരണം ജില്ലാ പോലീസ് മേധാവിയും ഡിവൈഎസ്പിയും വിശദീകരിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. കട്ടപ്പന ഡിവൈഎസ്പി ജൂൺ 18 ഇടുക്കി DPCക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇരയായ ആസിഫിന്റെ മൊഴിയെടുക്കാത്ത സാഹചര്യത്തിൽ ഇരയുടെ മൊഴി അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ആസിഫിനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഇതിനൊപ്പം ഡിവൈഎസ്പി കമ്മീഷനിൽ ഹാജരാക്കണം. പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉള്ള കാരണവും DPC കമ്മീഷനെ അറിയിക്കണം. ആസിഫിന്റെ ബൈക്ക് കൂട്ടുകാരൻ ഓടിക്കവേ കട്ടപ്പന SI കസ്റ്റഡിയിലെടുത്തിരുന്നു. ബൈക്ക് വിട്ടുകിട്ടാൻ ആസിഫ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു. ഇതാണ് SIക്ക് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്ന് ആസിഫ് കമ്മീഷനെ അറിയിച്ചു. ഏപ്രിൽ 25 വാഹന പരിശോധനയ്ക്കിടെ SI ആസിഫിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചതായി ആസിഫിന്റെ ബന്ധു കൂട്ടാർ സ്വദേശി സക്കീർ ഹുസൈൻ കമ്മീഷനിൽ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കമ്മീഷനെ അറിയിക്കണമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. മറയൂർ കാന്തല്ലൂരിൽ CPM നേതൃത്വം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. കാന്തല്ലൂരിലെ റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് CPM ഏരിയ സെക്രട്ടറി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞത്. മേഖലയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്, ഉടൻ വരണമെന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ വണ്ടിയിൽ ഡീസൽ ഇല്ല എന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മറുപടി. ഇത് നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കത്തിനും വഴിതെളിച്ചു. പയസ്നഗർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് വാഹനത്തിൽ ഡീസൽ ഇല്ലെന്ന മറുപടി നൽകിയത്. ഇതിനുശേഷം കാന്തല്ലൂരിലെ റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാനെത്തിയപ്പോഴാണ് CPM ഏരിയ സെക്രട്ടറിയും സംഘവും ചേർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ആന ഇറങ്ങിയത് വിളിച്ചറിയിച്ചാൽ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാറില്ലെന്നും വന്യമൃഗശല്യത്തിൽ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. എൻ്റെ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ വളരെ ഒരു ഒരല്പ ഇതിൽ വ്യത്യാസത്തിൽ രാവിലെ പാല് മേടിക്കാൻ നിന്ന് ആൾ രക്ഷപ്പെട്ടു. ഇവിടുത്തെ ആ ചെറിയൊരു ഷോറൂമുണ്ട്, ആ ഷോറൂമിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അദ്ദേഹത്തിന് ബോധമില്ലായിരുന്നു. ഞാൻ ചെന്ന് വെള്ളമൊഴിച്ച് അദ്ദേഹം വളരെ ഭയപ്പെട്ട് വിറച്ച അവസ്ഥയിലായിരുന്നു. വിളിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ അരിശത്തിൽ അവരോട് സംസാരിക്കുക, അവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും കേരള സർക്കാർ ഇത് ഡീസലിന് പണം കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഡീസലിന് പണം കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഗ്രാൻഡീസാണ്, ഗ്രാൻഡീസിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ആനയെ ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ വാദങ്ങളാണ് ഇവർ. ഞങ്ങൾക്ക് ജീവന് യാതൊരു ഇതുമില്ലാത്ത ഒരു സാഹചര്യമാണ്. കാന്തല്ലൂർ മുഴുവനും കാന്തല്ലൂർ ആന ബൈക്കുകാരെ
റിസോർട്ടിൽ ജീവിക്കുന്ന റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളെ ഇവർക്ക് ഗസ്റ്റ് കിടക്കുന്ന തൊട്ടടുത്ത റൂമാണിത്. ഈ റൂമിലാണ് ആന വന്ന് കയറിയത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെതിരെ ഒരു ശക്തമായ നിലപാട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തില്ല. വേറെ ഒരു മാർഗ്ഗമില്ല. കഴിഞ്ഞ രാത്രിയിലും ഇറങ്ങിയ കാട്ടാന വ്യാപക നാശമാണ് വരുത്തിയത്. വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ മരം മുറിക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ആളുകളുടെ ജീവൻ വെച്ച് വനംവകുപ്പ് പന്താടുകയാണെന്ന് MP കുറ്റപ്പെടുത്തി. വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് ജനങ്ങൾക്കെതിരാണെന്നും അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു. കോടതി വിധി ഉണ്ടായിട്ടും ദേശീയപാത 85 കടന്നുപോകുന്ന നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടും മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ല. ഇതിന് പിന്നാലെ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിനാലാണ് പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. ആളുകളുടെ ജീവൻ വെച്ച് വനംവകുപ്പ് പന്താടുകയാണെന്ന് MP കുറ്റപ്പെടുത്തി. ഇവിടെ ഏറെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം, നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ, അപകട അവസ്ഥയിലുള്ള മരങ്ങൾ അങ്ങേയറ്റം ഭീതി ജനിപ്പിക്കുകയാണ്. അത് ഒരു കാരണവശാലും മുറിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ വനംവകുപ്പ് നിൽക്കുന്നു, സർക്കാർ നിൽക്കുന്നു. അത് ജനങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കയുള്ള ഒരു വിഷയമാണ്. ജീവൻ വെച്ച് പന്താടുന്ന ഒരു സ്ഥിതിയാണ് അക്കാര്യത്തിൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടറും കോടതിയും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ആ മരം മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ടും അതിന് തടസ്സം നിൽക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് അങ്ങേയറ്റം അശാസ്യമല്ല. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അത് സംബന്ധിച്ച് കോടതിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം ആ കേസ് പിൻവലിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഇടുക്കി ജില്ലയുടെ മനസ്സിനെതിരാണ്, അല്ലെങ്കിൽ അതിലൂടെ ട്രാവൽ ചെയ്യുന്ന, അതിലൂടെ സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്കെതിരായിട്ടാണ് അദ്ദേഹം ആ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ഹൈവേ സംരക്ഷണ സമിതി ശക്തമായ പ്രതിഷേധ സമരത്തിന് രൂപം നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയപാത ഉപരോധവും മരം മുറിക്കൽ സമരവും അടക്കമുള്ള പ്രതിഷേധ രീതികളാണ് സമിതി ആലോചിക്കുന്നത്. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ കാഞ്ചിയാർ ലെബക്കട. രാവിലെ ടൗണിലെത്തിയ യുവാവിന് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ ലെബക്കടയിൽ വിഹരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ലെബക്കട ടൗണിലെത്തിയ അഖിലിനാണ് തെരുവുനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തുടർന്ന് അഖിൽ ലെബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ലെബക്കടയുടെ വിവിധ മേഖലകളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ ടൗണിലും സമീപ പ്രദേശങ്ങളിലും തമ്പടിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. പൊടിക്കുഞ്ഞുങ്ങൾ വരെ ഇതിനെ നടന്നുപോയി പുറകിൽ പോയി കുരയ്ക്കുകയും വെള്ളം വെക്കുകയും കടിക്കാൻ പോവുകയൊക്കെ ചെയ്യുക. എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നായ്ക്കളുടെ ശല്യം കൊണ്ട് മനുഷ്യന് ഇതിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകും. കുറേ നാളിൽ ഇപ്പോൾ ഒരു 8-9 മാസമായി പട്ടികൾ ഇവിടെ നിരന്തരം എവിടെ നിന്നൊക്കെയോ വന്ന് ചേരുകയാണ്. പട്ടികളെല്ലാം കൂടി ഇവിടെ കടത്തിണകളിലും വീടുകളുടെ പരിസരങ്ങളിലും എല്ലാം വലിയ ശല്യമാണ്. പട്ടികളുടെ ശല്യം കൊണ്ട് ഇപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസ്, ആരോഗ്യ കേന്ദ്രം, മറ്റ് സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ലെബക്കട. നിലവിൽ ആളുകളുടെ ജീവന് തന്നെ തെരുവുനായ്ക്കൾ ഭീഷണിയായിരിക്കുകയാണ്. തെരുവുനായ്ക്കളെ പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുമ്പോഴും വിഷയത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം. ഇൻഫാം വണ്ടൻമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ചക്കുവള്ളം മുതൽ ചിന്നക്കനാൽ വരെ 18 വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന 2,15,720 ഏക്കർ കൃഷിഭൂമിയാണ് വനമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയിൽ കേസ് നടത്തിവരുന്നത്. കൈവശ ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും വീടുകളുമെല്ലാം ഉൾപ്പെടുന്ന 18 വില്ലേജുകളിലെ മുഴുവൻ ഭൂമിയും വനഭൂമിയാക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. 1980 വനസംരക്ഷണ നിയമം ബാധകമായാൽ ഒരു ആധാരവും രജിസ്റ്റർ ചെയ്യാനോ കൈമാറ്റം നടത്താനോ സാധിക്കില്ല. വനേതര പ്രവർത്തനമെന്ന നിലയിൽ കൃഷി വരെ തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. കൂടാതെ നിയമം നടപ്പിലായാൽ വീടുകളുടെയും റോഡുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾക്ക് പോലും കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമായി വരും. ഇത്രയും ഭീകരമായ അവസ്ഥയ്ക്ക് കാരണമാകുന്ന പരിസ്ഥിതി ദുർബല മേഖലയുടെ പരിധിയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇൻഫാം വണ്ടൻമേട് ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചത്.
റാലിക്ക് ശേഷം നടന്ന പ്രതിഷേധ യോഗം കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗം രാജൻ സാത്തി ഉദ്ഘാടനം ചെയ്തു. ഈ CHR വനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന 2002 നൽകിയ പരാതിയുടെ മുകളിലുള്ള അന്തിമ വാദമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന 2010 മൂന്നാറിൽ നൽകിയ കേസ് 1801/2010 എന്ന കേസിലാണ് ഹൈക്കോടതി നിർമ്മാണ നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 1964 അനുസരിച്ച് ഇവിടെ പട്ടയം നൽകാൻ പാടില്ല എന്ന് 1964 റൂൾ അനുസരിച്ചുള്ള പട്ടയങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു. ആ സംഘടനയാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ അന്തിമവാദം നടക്കുന്നത്. അതില് കഴിഞ്ഞ ജൂലൈ മാസം സുപ്രീം കോടതി കേരള സർക്കാരിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 24/7 ഉത്തരവിട്ടിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അതായത് 23/7 ലാസ്റ്റ് ഡേറ്റ് ആണ്. വീണ്ടും കഴിഞ്ഞ 21/8 വീണ്ടും കേസ് വന്നിരുന്നു. അന്ന് ഒരിക്കൽ കൂടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. 24/7 പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ കംപ്ലൈ ചെയ്തിരിക്കണം. അതായത് ഈ ഭൂമി റവന്യൂ ആണോ ഫോറസ്റ്റ് ആണോ എന്ന് കേരള സർക്കാർ അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 23/7 ആണ്. ഇൻഫാം ഭാരവാഹികളായ തങ്കച്ചൻ മുട്ടംതോട്ടിൽ, ദേവസ്യ ഇരട്ടമുണ്ടക്കൽ, തോമസ് കല്ലുമാക്കൽ, മാർട്ടിൻ കിടങ്ങയിൽ, സന്തോഷ് മങ്കന്താനം, സണ്ണി മണക്കുഴി, സാബു ചാവരുപാറ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി ദിനാഘോഷവും കുടുംബസംഗമവും കട്ടപ്പനയിൽ നടന്നു. ഇടുക്കി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ER രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന CSI ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഋഷി പഞ്ചമി ദിനാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. ബ്രഹ്മശ്രീ ഹരിദാസ് ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ പ്രാർത്ഥനാ സദസ്സോടെയാണ് പരിപാടി ആരംഭിച്ചത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ CN രാജപ്പൻ ആചാര്യ അധ്യക്ഷനായിരുന്നു. വിശ്വകർമ്മ സമൂഹം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെ പിന്നോക്കാവസ്ഥയിലാണെന്നും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പോലെ മറ്റു മതവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സാമൂഹ്യനീതി നാളിതുവരെ വിശ്വകർമ്മജർക്ക് ലഭിക്കുന്നില്ലെന്നും ഇടുക്കി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ER രവീന്ദ്രൻ പറഞ്ഞു. ഹൈന്ദവ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന വിശ്വകർമ്മ സമൂഹം ഇന്ന് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അതിന്റെ പ്രധാന കാരണം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പോലെ മറ്റ് വിഭാഗങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള സാമൂഹ്യ നീതി നാളിതുവരെയായിട്ടും വിശ്വകർമ്മ ജനതയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ദുഃഖസത്യമാണ്. നഗരസഭാ കൗൺസിലർമാരായ ധന്യ അനിൽ, IB മോൾ രാജൻ എന്നിവർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിശ്വകർമ്മ നവോത്ഥാൻ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുരളീദാസ് സാഗർ ഋഷിപഞ്ചമി സന്ദേശം നൽകി. ഭാരവാഹികളായ PK മധു, PN കൃഷ്ണൻകുട്ടി, PV ശശീന്ദ്രൻ, ലതാരാജൻ, സുധാ നാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വിശ്വകർമ്മ മഹാദേവ ക്ഷേത്രത്തിൽ വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു. ആചാര്യ ബാലകൃഷ്ണ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പഞ്ച ഋഷീശ്വര പൂജ, ഋഷീശ്വര ദർശനം, വിശ്വരൂപ ദർശനം, ഗണപതി ഹോമം തുടങ്ങിയ വിശേഷാൽ പൂജകൾ വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ദൈവമേ നമോ ദൈവമേ നമോ ദൈവമേ നമോ ദൈവമേ ദൈവമെന്നോടെ ദുഃഖമെല്ലാം കളഞ്ഞു കാരുണ്യമേകണേ. കലാകാരന്മാരുടെ ദേവനും കരകൗശല വിദഗ്ധരുടെ ഗുരുനാഥനും ദേവന്മാരുടെ മരപ്പണിക്കാരനും സ്വർണ്ണപ്പണിക്കാരനുമാണ് വിശ്വകർമാവ്. ലോകത്തിന്റെ ഉൽപ്പത്തിയിൽ തന്നെ ഏതാണ്ട് മനുഷ്യനും അതുപോലെ തന്നെ ഭൂമിയുടെ രൂപാന്തരം മനുഷ്യനുണ്ടായ കാലഘട്ടങ്ങളെ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഒരു ശക്തിയോടുകൂടി തന്നെ ലോകത്തെ ആ ശക്തിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു രൂപത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ശക്തി പല കാരണങ്ങളാൽ കൊണ്ടും മറയപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ. ഋഷിപഞ്ചമി ദിനത്തിൽ ആചരിക്കുന്ന വിശ്വകർമ്മദേവനെ സംബന്ധിച്ച് വിശ്വകർമ്മദേവൻ എല്ലാ ആളുകളുടെയും ഒരു ശക്തി സ്വരൂപമാണ്. ഒന്നാമത് അതിന് ജനനമില്ല, മരണമില്ല. ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ മുഴുവൻ ഇങ്ങനെ അലയടിച്ചു നിൽക്കുന്ന ഒരു സ്വരൂപമാണ്.
വിശ്വകർമ്മ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് നന്ദലാൽ മങ്കുഴിക്കണ്ടത്തിൽ, സെക്രട്ടറി ടി.യു. വേലായുധൻ, തേവർ വടക്കേതിൽ, ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ തോണിക്കല്ലിൽ, ട്രഷറർ ജയ രാജു, കമ്മിറ്റി അംഗങ്ങളായ പ്രിൻസ് മുട്ടുമണ്ണിൽ, ഷാജി പുത്തൻപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചെമ്പകപ്പാറ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി ദിനാഘോഷം സംഘടിപ്പിച്ചു. കൊച്ചുകാമാക്ഷി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ദിനാഘോഷ പരിപാടികൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഉടുമ്പൻചോല താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി A.T. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചെമ്പകപ്പാറ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ഋഷി പഞ്ചമി ദിനാഘോഷം കൊച്ചുകാമാക്ഷി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത്. ശാഖാ പ്രസിഡന്റ് M.N. ഉണ്ണി മുണ്ടോക്കുഴിയിൽ പതാക ഉയർത്തി. തുടർന്ന് വിശ്വ ബ്രഹ്മദേവന്റെ ഛായാചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകൾ നടന്നു. ശേഷം നടന്ന പൊതുസമ്മേളനം ഉടുമ്പൻചോല താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി A.T. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശാഖാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കൃഷി പഞ്ചമി ദിനത്തിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. ശാഖാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, കുട്ടികളെ ശാഖയിലെയും വിശ്വാസത്തിലെയും ഈ ജീവിത രീതി ക്രമത്തിൽ നിന്നും മാറി നമ്മുടേതായ ഒരു ശരിയായ രീതിയിലേക്ക് എത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു വരികയാണ്. ശാഖാ യോഗങ്ങളിൽ ഒരു 40-50 വയസ്സുള്ളവരാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ വളരെ കൂടുതൽ കാണാൻ പറ്റുന്നത്. കുട്ടികൾ ചെറുപ്പം മുതലേ ശാഖയിൽ വരികയും വിശ്വാസത്തിലൂടെ ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ മാത്രമേ അവരെ വളർന്നു വരുന്ന ഒരു ശാഖയുമായിട്ട് ബന്ധപ്പെട്ടും ഈ സമൂഹത്തിന്റെ പാരമ്പര്യമായ രീതികളെ കുറിച്ച് പഠിച്ചും അതിനും പുതിയ രീതിയിലേക്ക് ഒരു മാറാൻ അവർക്ക് ശേഷി ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അനന്തു അജികുമാറിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ KS മധു യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി സജി TV, KK സജി, G പ്രസാദ്, TN വിശംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വബ്രഹ്മോദയം ശാഖയുടെ കുടുംബസംഗമവും വാർഷിക ആഘോഷവും നടന്നു. രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കുടുംബസംഗമം യുവകവിയും സാഹിത്യകാരനുമായ ജിജോ രാജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഋഷി പഞ്ചമി ദിനാഘോഷത്തോടനുബന്ധിച്ച് അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജകുമാരി സൗത്ത് വിശ്വ ബ്രഹ്മോദയം ശാഖയുടെ കുടുംബസംഗമവും വാർഷിക ആഘോഷവുമാണ് നടന്നത്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം യുവകവിയും സാഹിത്യകാരനുമായ ജിജോ രാജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒറ്റമുകിൽ പോലെ നിന്നതേതുകിനാവൂ, എന്നെ മാത്രം തേടി വന്നതേതു നിലാവൂ, ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ. കഴിഞ്ഞ 26 വർഷക്കാലമായിട്ടുള്ള എൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും ഒരു അംഗീകാരം മാത്രമാണ് ഈ വ്യക്തിയെ ഞാൻ വിശ്വസിക്കുന്നത്. വായന കൊണ്ട് നേടി മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. വായന കൂടി വന്നപ്പോൾ അത് എഴുത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. നമ്മുടെ എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കുടുംബ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. കുടുംബങ്ങൾ തമ്മിൽ അകലമില്ലാത്ത ഒരു രീതിയിലായിരുന്നു കഴിയുന്നത്. അന്നെല്ലാം വേലിക്കെട്ടുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങൾ കഴിയുന്നത്. ഇന്ന് വേലിക്കെട്ടുകളായി മതിൽക്കെട്ടുകൾ നിറഞ്ഞു. ഒപ്പം നമ്മുടെ കുടുംബങ്ങൾ അകന്നു, ബന്ധങ്ങൾ ഉണ്ടാകാൻ മാറി. അവിടെയാണ് ഈ കുടുംബ കൂട്ടായ്മയുടെ എല്ലാം പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കുടുംബസംഗമത്തിന്റെയും വാർഷിക ആഘോഷത്തിന്റെയും ഭാഗമായി ശാഖയിലെ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കൂടാതെ ഓണ ഫണ്ടുകളുടെ വിതരണവും നടന്നു. പ്രസിഡന്റ് സുരേഷ് വാരിക്കാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ വൈസ് പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറി സുരേഷ് എള്ളിൽ, ട്രഷറർ ബീന അമ്പിളി, ഓഡിറ്റർ അനുമോദ്, കമ്മിറ്റി അംഗങ്ങളായ അമ്പാടി, കാക്കുച്ചിറ, പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന ഏകൽ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ 24ാമത് വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി പുണ്യനദിയായ പെരിയാർ നദിയിൽ വണ്ടിപ്പെരിയാറിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിനായക ശിലകൾ നിമജ്ജനം ചെയ്തു. കഴിഞ്ഞ 9 ദിവസമായി നടന്നുവന്ന പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തത്. വണ്ടിപ്പെരിയാർ ഏകൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 24 വർഷക്കാലമായി നടത്തിവരുന്ന വിനായക ശക്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 9 ദിവസമായി വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് വിനായക ശിലകൾ സ്ഥാപിക്കുകയും പ്രത്യേക പൂജകൾ നടന്നുവരികയും ചെയ്തിരുന്നു. വണ്ടിപ്പെരിയാർ ടൗണിൽ സ്ഥാപിച്ച വിനായക ശിലയിൽ
മഞ്ചുമല മാരിയമ്മൻ കോവിൽ മേൽശാന്തി ബാലു മണിയൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. കൊക്കക്കാട്, വള്ളക്കടവ്, കറുപ്പുപാലം, ഡൈമുക്ക്, ഗവി തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച 15ഓളം വിനായക വിഗ്രഹങ്ങൾ കക്കിക്കവലിയിൽ എത്തിച്ച അവിടെ നിന്നും ഘോഷയാത്രയായി വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ഇതിനുശേഷമാണ് പെരിയാർ നദിയിൽ ശിലകൾ നിമജ്ജനം ചെയ്തത്. ദേശത്തെ ദുരിതങ്ങൾ മാറാനും വിഘ്നങ്ങൾ തീരാനും ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിശ്വാസമാണ് വിനായക ശിലകൾ ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി നദികളിൽ നിമജ്ജനം ചെയ്യുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു. ഏകൽ വിദ്യാലയ കമ്മിറ്റി ഭാരവാഹികളായ AKG മുരുകൻ, ശിവ വണ്ടിപ്പെരിയാർ, ശരവണൻ M രാമു തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന പുളിയന്മല പാതയിലെ ഹെയർപിൻ വളവിൽ ടോറസ് ലോറി കുടുങ്ങിയതോടെ ഗതാഗതം സ്തംഭിച്ചത് മണിക്കൂറുകൾ. കട്ടപ്പനയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി JCB ഉപയോഗിച്ച് വാഹനം നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പാതയുടെ വീതിക്കുറവിനൊപ്പം കൊടും വളവുകളിൽ രൂപപ്പെട്ട ഗർത്തങ്ങളുമാണ് പാതയിൽ വാഹനങ്ങൾ കുടുങ്ങാൻ കാരണം. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിലാണ് സംഭവം. പുളിയന്മലയിൽ നിന്നും കട്ടപ്പനയ്ക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ഹെയർപിൻ വളവിലാണ് വാഹനം കുടുങ്ങിയത്. ഇതോടെ മണിക്കൂറുകളോളം ഗതാഗതം നിലച്ചു. തുടർന്ന് കട്ടപ്പന പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം ആരംഭിച്ചു. ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിഞ്ഞെങ്കിലും ഗതാഗതക്കുരുക്കിന് പൂർണ്ണമായ പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് JCB ഉപയോഗിച്ച ടോറസ് ലോറി വലിച്ചു നീക്കിയ ശേഷമാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ദീർഘദൂര ബസ്സുകളും വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയവരുമൊക്കെ റോഡിൽ കുടുങ്ങി. തമിഴ്നാട്ടിൽ നിന്നടക്കം ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നു വരുന്നത്. കൂടാതെ സദാസമയവും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പാത കൂടിയാണ് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പുളിയന്മല റോഡ്. സ്ഥിരമായി ഇതേ വളവിൽ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങുന്നത്. കുത്തിറക്കത്തോടൊപ്പം കൊടും വളവുകളാണ് പാതയിലുള്ളത്. കൂടാതെ വളവുകളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ഒരു മാസ കാലയളവിനുള്ളിൽ നിരവധി വാഹനങ്ങൾ ഈ കൊടും വളവുകളിൽ കുടുങ്ങുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങൾ സ്ഥിരമായി കുടുങ്ങുന്നത് പോലീസിനും തലവേദനയാണ്. ആകാശവാണി ദേവികുളം നിലയത്തിന്റെ നേതൃത്വത്തിൽ ആവണി പൂത്താലം 2024 എന്ന പേരിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു. കാഞ്ചാറിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശയുടെ ഉത്സവമായ ഓണം കവിയരങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ആകാശവാണി ദേവികുളം നിലയം ആഘോഷിക്കുന്നത്. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും മണ്ണായ കാഞ്ചിയാറ്റിലാണ് ആവണി പൂത്താലം 2024 എന്ന പേരിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറിയ നോവൽ, ആ നോവലിൽ അദ്ദേഹത്തിന്റെ ജയിൽവാസവുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതിലെ കഥാനായിക നാരായണിയാണ്. ആ നാരായണിയെ ബഷീർ കാണുന്നതേയില്ല. മതിലുകൾക്കപ്പുറത്തുള്ള നാരായണിയുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു പ്രണയം പോകുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ ഇത് സിനിമയാക്കുമ്പോൾ നാരായണിക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് KPS ലളിതയാണ്. നിങ്ങൾ പലരും ആ സിനിമ കണ്ടിരിക്കും. ഞാൻ പറയുന്നത് ശബ്ദത്തെ പ്രണയിക്കുക എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. കേൾവിയുടെ ഒരു സംസ്കാരം മലയാളിയെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ മനുഷ്യനെ പഠിപ്പിച്ചത് റേഡിയോ എന്ന് പറയുന്ന ഒരു മാധ്യമം. ആകാശവാണി എന്ന പേരിട്ടത് മഹാനായ ടാഗോറാണ്. ആകാശവാണി ആകാശത്തു നിന്നും വരുന്ന ശബ്ദം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന ശബ്ദം കൂടിയാണ്. ജിഷി രാജൻ രാജക്കാടും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ കവിയരങ്ങിന് മാറ്റുകൂട്ടി. പരിപാടിയിൽ വിവിധ കവികൾ കവിതാവതരണം നടത്തി. ദേവികുളം ആകാശവാണി നിലയ മേധാവി MP മനീഷ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മാത്യു ജോസഫ്, കവികളായ സുഗതൻ കരുവാറ്റ, G മലയപ്പറമ്പിൽ, രാഖി R ആചാരി, KR രാമചന്ദ്രൻ, കുഞ്ഞുമോൻ നാരായണൻ, സിന്ധു സൂര്യ, MP രാജൻ, കാഞ്ചിയാർ മോഹനൻ, സുലോചന രാജൻ, കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു.
വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപം തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പിന്റെ ഡോർ തുറന്ന് റോഡിലേക്ക് വീണ തൊഴിലാളിക്ക് പരിക്ക്. അരണക്കൽ എസ്റ്റേറ്റ് സ്വദേശി പാൽക്കനിക്കാണ് പരിക്കേറ്റത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം നടന്നത്. വണ്ടിപ്പെരിയാർ കീരിക്കരയിൽ നിന്ന് മേലത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് അരണക്കലിലേക്ക് തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പിന്റെ പുറകുവശത്തെ ഡോർ തുറന്നു പോകുകയായിരുന്നു. ഇതോടെ സൈഡിൽ ഇരുന്നിരുന്ന പാൽക്കനി റോഡിലേക്ക് വീണു. പാൽക്കനിയുടെ മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു. കിളിയാർകണ്ടം പൗരസമിതിയുടെയും ഇടുക്കി ജില്ലാ ചെസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മൂന്നാമത് ഓപ്പൺ ചെസ് ടൂർണമെന്റ് കിളിയാർകണ്ടത്ത് നടന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള 40ഓളം പേർ പങ്കെടുത്ത മത്സരം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എബി തോമസ് ഉദ്ഘാടനം ചെയ്തു. 40ഓളം പേർ പങ്കെടുത്ത മത്സരത്തിൽ ഒന്നാമതെത്തുന്ന വ്യക്തിക്ക് 5003 രൂപയും നാരായണൻ കോയിക്കൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും സമ്മാനമായി ലഭിക്കും. മത്സരത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എബി തോമസ് നിർവഹിച്ചു. ചെസ് ടൂർണമെന്റ് എന്ന് പറയുന്നത് ശരിക്കും ആളുകളുടെ ഒരു ബൗദ്ധികമായിട്ടുള്ള ഉയർച്ച, അതിനോടുള്ള ഒരു താല്പര്യമാണ് ചെസ് ടൂർണമെന്റുകളുടെയൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു വിജയത്തിന്റെ അടിസ്ഥാനമായിട്ട് ഉണ്ടാകുന്നത്. മറ്റ് കായിക വിനോദങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് ഇത് ആളുകളുടെ ഒരു പ്രത്യേക താല്പര്യവും ചെസ്സിനോടുള്ള ഒരു അഭിനിവേശവും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റുകളൊക്കെ ഈ കൊച്ചു ഗ്രാമപ്രദേശത്ത് ആളുകളുടെ സഹകരണത്തോടുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പൗരസമിതി കൺവീനർ കെ സന്തോഷ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിജുമോൻ തോമസ്, ചെയർമാൻ ജോൺ തോമസ്, ജില്ലാ ചെസ് അസോസിയേഷൻ വൈസ് ചെയർമാൻ ജോബി ജോസ് ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു. നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർകുട്ടി 1000 ഏക്കർ കൈത്തറിപ്പടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം. റോഡിന്റെ ഇരുഭാഗത്തും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത്. കല്ലാർകുട്ടിക്കും 1000 ഏക്കറിനും ഇടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ അടിമാലി കുമളി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്തുകിടക്കുന്നത്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർകുട്ടി 1000 ഏക്കർ കൈത്തറിപ്പടി റോഡിന്റെ നിർമ്മാണ ജോലികൾ ഇനിയെങ്കിലും പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. റോഡിന്റെ ഇരുഭാഗത്തു നിന്നും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കാത്ത റോഡിലൂടെ വാഹന ഗതാഗതം സാധ്യമല്ല. ഇത് ഈ ഭാഗത്തെ രോഗികളെ അടക്കം വലയ്ക്കുന്നു. വീട്ടിലേക്കുള്ള ഗ്യാസ് കുറ്റിയും ക്ഷീരകർഷകർ കാലിത്തീറ്റയും ഒക്കെ എത്തിക്കാൻ റോഡില്ലാത്തത് മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. വണ്ടി വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധികളാണ്. റോഡ് ശരിയായെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി കൂടെ ഇതായിരുന്നു, നല്ല കാര്യമായിരുന്നു. ഒരു വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനാണെങ്കിലും ബുദ്ധിമുട്ടാണ്. പിന്നെ പശുവിന് കാലിത്തീറ്റയാണെങ്കിലും നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഒക്കെ ഭയങ്കര വിഷമമാണ്. കല്ലാർകുട്ടിക്കും 1000 ഏക്കറിനും ഇടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ അടിമാലി കുമളി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്തുകിടക്കുന്നത്. അടിമാലി ഭാഗത്തു നിന്നും ഇടുക്കി കട്ടപ്പന ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബൈപ്പാസ് റോഡെന്ന നിലയിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ക്യാമറ ഇല്ലാത്ത മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം. SIയും പോലീസുകാരും കാണിച്ച ക്രൂരത കമ്മീഷനിൽ നിന്ന് മറച്ചുവെക്കാൻ ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും ശ്രമിച്ചത് ഗൗരവമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മറയൂർ കാന്തല്ലൂരിൽ CPM നേതൃത്വം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. CPM ഏരിയ സെക്രട്ടറി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞത് കാന്തല്ലൂരിലെ റിസോർട്ടിൽ ആന കയറിയത് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ മരം മുറിക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിൽ വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ആളുകളുടെ ജീവൻ വെച്ച് വനംവകുപ്പ് പന്താടുന്നു.
വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് ജനങ്ങൾക്കെതിരാണെന്നും MP. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ കാഞ്ചിയാറിലെ ബക്കട. രാവിലെ ടൗണിലെത്തിയ യുവാവിന് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ ലബക്കടയിൽ വിഹരിക്കുന്നതായി നാട്ടുകാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.